ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. നാളത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കണ്ടേ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതൊക്കെ സാറ് തീരുമാനിച്ചാൽ മതി, ഞാനേ ഉറങ്ങാൻ പോവുകയാ, ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞിട്ട് പോടോ എന്ന് വിശാൽ പറയുമ്പോൾ വിശാലിന് ഗുഡ് നൈറ്റ് പറഞ്ഞ് പാറു മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് ഉദയനൂർ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പാറു പറയുകയാണ്, അമ്മേ, നാളെ ഞാനും വിശാൽ സാറും ഒന്നിച്ചിട്ട് 1 വർഷം ആകാൻ പോവുകയാണ്. അമ്മയോടുള്ള എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് അമ്മയ്ക്കറിയാമല്ലോ എന്ന് പറയുകയാണ് പാറു. തുടർന്ന് പാറു കഥകടച്ച് മാറിക്കിടന്നുറങ്ങുന്നു. അതേസമയം പാറുവിന് ആനിവേഴ്സറിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്നുള്ള ആലോചനയിലാണ് വിശാൽ. തുടർന്ന് വിശാലിന് എന്തോ ഐഡിയ കിട്ടുകയാണ്. അങ്ങനെ കൃത്യം 12 മണിയാകുമ്പോൾ വിശാല് പാറുവിൻ്റെ മുറിയിലേക്ക് ചെന്ന് വിഷ് ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, അല്ല സാറെന്താ ഈ നേരത്തെ ഇവിടെ? അതെന്താ, എനിക്ക് ഈ നേരത്ത് ഇവിടെ വരാൻ പാടില്ലേ? അതല്ല, ആരെങ്കിലും കാണുമെന്ന് പാറു പറയുമ്പോൾ, എടോ, അതിന് നമ്മൾ ഭാര്യയും ഭർത്താവുമല്ലേ, ആരെങ്കിലും കണ്ടാൽ തന്നെ എന്താ പ്രശ്നമെന്ന് വിശാൽ ചോദിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതേ നിനക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാ. അതെന്തുവാണെന്ന് പാറു ചോദിക്കുമ്പോൾ പാറുവിൻ്റെ കണ്ണ് പൊത്തിയിട്ട് നടക്കാൻ പറയുകയാണ് വിശാൽ. തുടർന്ന് പാറുവിനെ താഴെ ഹാളിലേക്ക് കൊണ്ടുപോയിട്ട് വിശാല് കണ്ണ് തുറക്കാൻ പറയുകയാണ്. അവിടെ ആകെ വിളക്കുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ പാറുവിന് വലിയ സന്തോഷമാവുകയാണ്. ഇഷ്ടമായോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ, ഇതൊക്കെ എപ്പോൾ ഒപ്പിച്ചെന്നും എനിക്ക് വലിയ ഇഷ്ടമായെന്നും പാറു പറയുന്നു. ഇതൊന്നുമല്ല സർപ്രൈസ് ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അത്രയും പറഞ്ഞ് ആ മേശപ്പുറത്തുള്ള ചുവന്ന തുണി മാറ്റുകയാണ് വിശാൽ. ഇതാണ് ഞാൻ പാർവതിക്ക് വേണ്ടി ഒരുക്കിയ സമ്മാനങ്ങൾ. 1ഉം 2ഉമല്ല, 7 സമ്മാനങ്ങളുണ്ട്. ഇത് കാണുന്ന പാറു സന്തോഷത്തോടെ ചോദിക്കുകയാണ്, എന്തൊക്കെയായി 7 സമ്മാനങ്ങൾ? അതൊക്കെ ഞാൻ തരുമ്പോൾ നീ കണ്ടാൽ മതി. തുടർന്ന് വിശാൽ ആദ്യത്തെ സമ്മാനപ്പൊതി തുറക്കുകയാണ്. അതിലുണ്ടായിരുന്നത് ഒരു കുങ്കുമച്ചെപ്പാണ്. ആ കുങ്കുമച്ചെപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം എടുത്ത് പാറുവിൻ്റെ സീമന്തരേഖയിൽ ചാർത്തുകയാണ് വിശാൽ. തുടർന്ന് വിശാൽ പറയുകയാണ്, ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. ഇനി ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും വിശാലിൻ്റെ ജീവിതാവസാനം വരെ പാർവതിക്ക് താങ്ങും തണലുമായി വിശാൽ ഉണ്ടാകും. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, മതി, എനിക്കിത് കേട്ടാൽ മതി വിശാൽ സാർ, എൻ്റെ മനസ്സാകെ നിറഞ്ഞു. ഞാൻ എന്നും വിശാൽ സാറിൻ്റെ ദീർഘായുസിന് വേണ്ടി ഈ കുങ്കുമം എൻ്റെ സീമന്തരേഖയിൽ അണിയും. തുടർന്ന് വിശാൽ അടുത്ത പൊതി തുറക്കുകയും അതിൽ നിന്നും മുല്ലപ്പൂ എടുത്ത് പാറുവിൻ്റെ തലയിൽ ചൂടിക്കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് വിശാൽ അടുത്ത പൊതി തുറക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു കൺമഷിയാണ്. അത് കാണുമ്പോൾ പാറുവിന് സന്തോഷമാകുന്നു. നിന്റെ കണ്ണുകൾ എന്നും ആരോഗ്യത്തോടെയും ആകർഷണീയോടു കൂടിയും ഇരിക്കണം, അതിനുവേണ്ടിയായി കൺമഷി. അത്രയും പറഞ്ഞ് വിശാൽ പാറുവിൻ്റെ കണ്ണിൽ കൺമഷി എഴുതുകയാണ്. തുടർന്ന് വിശാൽ അടുത്ത സമ്മാനപ്പൊതി തുറക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഒരു കരിമണി മാലയാണ്. ഇത് എല്ലാ ദിവസവും അണിയണമെന്നൊന്നുമില്ല, വിശേഷ ദിവസങ്ങളിൽ അണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ കഴുത്തിലേക്ക് ആ കരിമണിമാല അണിയിച്ചു കൊടുക്കുകയാണ് വിശാൽ. തുടർന്ന് വിശാൽ അടുത്ത പൊതി തുറക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഒരു പട്ടുസാരിയാണ്. ആ പട്ടുസാരി തന്നോട് ചേർത്ത് പിടിക്കുകയാണ് പാറു. തുടർന്ന് വിശാൽ അടുത്ത പൊതി അഴിക്കുന്നു. അതിൻ്റെ അകത്തുണ്ടായിരുന്നത് കുറച്ച് കുപ്പിവളകളായിരുന്നു. തുടർന്ന് വിശാൽ അത് പാറുവിൻ്റെ കൈകളിൽ അണിയിക്കുകയാണ്. തുടർന്ന് വിശാൽ അടുത്ത പൊതി തുറക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഒരു വെള്ളിക്കൊലുസാണ്. അതും വിശാൽ പാറുവിൻ്റെ കാലിലേക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് പാറു കണ്ണു നിറഞ്ഞുകൊണ്ട് വിശാലിനെ നോക്കുമ്പോൾ വിശാൽ ചോദിക്കുകയാണ്, എന്താ പാർവതി, എന്തു പറ്റി? സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ വിശാൽ സാർ. വിശാൽ സാറിന് എന്നോട് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നത്. പക്ഷേ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് അത്രയും ദൂരം താണ്ടി നീ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ എല്ലാ അവഗണനകളും സഹിച്ച് നീ എന്നെ സ്നേഹിച്ചു. നിന്റെ ആ സ്നേഹമുണ്ടല്ലോ, അതിന് പകരമാകില്ല ഒരിക്കലും എൻ്റെ സ്നേഹം. നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം ഒരു തുലാസിൽ അളന്നാലേ പാർവതി, എപ്പോഴും നിന്റെ സ്നേഹമാകും ഉയർന്നു നിൽക്കുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ വിലയൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് നിന്നിലൂടെയാ പാർവതി. തുടർന്ന് പാറു പറയുകയാണ്, വിശാൽ സാർ എനിക്ക് എത്ര സമ്മാനങ്ങളാ തന്നത്, പകരം ഞാൻ വിശാൽ സാറിന് ഒന്നും തന്നില്ലല്ലോ. വിശാൽ സാർ പറ, എന്ത് സമ്മാനമാ വേണ്ടത്? ഇത് കേൾക്കുന്ന വിശാല് അവിടെ ഉണ്ടായിരുന്ന ഒരു പൂമാല എടുത്ത് പാറുവിൻ്റെ കഴുത്തിൽ ചാർത്തുമ്പോൾ അതിൻ്റെ അറ്റം പാറു വിശാലിൻ്റെ കഴുത്തിലും ചാർത്തുന്നു. തുടർന്ന് പാറുവിൻ്റെ കൈ പിടിച്ച് വിശാൽ പറയുകയാണ്, നിന്റെ സീമന്തരേഖയിലെ കുങ്കുമത്തിൽ ഒരു ചുംബനം, അതാ എനിക്ക് വേണ്ടത്. തുടർന്ന് വിശാൽ പാറുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ്സ് ക്രിയേഷൻസ്.